ഭോപ്പാലിൽ വഴിതടഞ്ഞ മധ്യപ്രദേശ് സർക്കാരിന്റെ നടപടി ഒരു കാലത്തും ന്യായീകരിക്കാൻ കഴിയാത്തതാണെന്ന് മുഖ്യമന്ത്രി. സംഘപരിവാർ സംസ്കാരത്തിന്റെ പ്രതിഫലനമാണ് സംഭവം. കേരളത്തിലായിരുന്നെങ്കിൽ ഇത് ഒരിക്കലും സംഭവിക്കില്ലായിരുന്നു. രാജ്നാഥ് സിംഗ് തലശ്ശേരിയിലെ സന്ദർശനം നടത്തിയപ്പോൾ പോലും ആരും തടഞ്ഞില്ല. മാപ്പ് പറഞ്ഞതുകൊണ്ട് മാത്രം തീരുന്ന പ്രശ്നമല്ല ഇത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്തൊരു നടപടിയാണല്ലോ. ഇത് ഏതെങ്കിലും ഒരു പ്രശ്നത്തിൻ്റെ മേലെ ഒരു പ്രതിഷേധം പെട്ടെന്ന് ഉയർന്നു വരുന്നത് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. ഇതൊന്നുമില്ലാതെ സംഘടിപ്പിച്ചൊരു കാര്യമാണ്. ഭോപ്പാലിൽ കണ്ടത് RSSന്റെ സംസ്കാരമാണെന്നും പിണറായി പറഞ്ഞു. RSSന് കൂട്ടുനിൽക്കുന്ന സമീപനമാണ് മധ്യപ്രദേശ് സർക്കാരും പോലീസും സ്വീകരിച്ചത്. അത് RSSന്റെ ഒരു നിലയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, സംസ്കാരങ്ങൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം എന്നുള്ളത്. വലിയ സംഘർഷം നിലനിന്നിരുന്ന സമയത്താണ് കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ രാജ്നാഥ് സിംഗ് കണ്ണൂരിൽ വന്നത്. അന്ന് സംസ്ഥാന സർക്കാരും പോലീസും എല്ലാ സഹായങ്ങളും ഒരുക്കിയത് പിണറായി ഓർമ്മിപ്പിച്ചു. എന്നാൽ നമ്മൾ ഈ കേരളത്തിലെ കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ ഏറ്റവും വലിയ സംഘർഷം നിലനിൽക്കുന്ന സമയത്തായിരുന്നു കണ്ണൂരിൽ തലശ്ശേരിയിൽ രാജ്നാഥ് സിംഗ് വന്നത്. നിങ്ങൾ ചില ഗ്രാമങ്ങളെ പാർട്ടി ഗ്രാമെന്ന് മുദ്രകുത്താറുണ്ടല്ലോ, ആ പാർട്ടി ഗ്രാമത്തിലേക്കായിരുന്നു അദ്ദേഹം പോയത്. ഒരു പ്രശ്നമുണ്ടായില്ല. ഒരു സംസ്ഥാനത്തെ അപമാനിക്കുന്ന നടപടിയാണ് ഉണ്ടായതെന്നും മാപ്പ് പറഞ്ഞിട്ട് കാര്യമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. AIADMK നേതൃത്വം ശശികല ഏറ്റെടുക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ജയലളിതയുടെ സഹോദരപുത്രി ദീപയാണ് പ്രതിഷേധവുമായി എത്തിയത്. ജയലളിതയുടെ യഥാർത്ഥ പിൻഗാമി താനാണെന്ന് ദീപ. ശശികല നേതൃത്വം ഏറ്റെടുക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്നും ദീപ. അഭിമുഖത്തിലാണ് ജയലളിതയുടെ ഏക സഹോദരന്റെ പുത്രിയായ ദീപ ജയകുമാർ DMK നേതൃസ്ഥാനം ശശികല ഏറ്റെടുക്കുന്നതിനെതിരെ ശക്തമായി രംഗത്തെത്തിയത്. പാർട്ടി നേതൃത്വം ഏറ്റെടുക്കാനുള്ള ശശികലയുടെ തീരുമാനം ജനാധിപത്യ വിരുദ്ധമാണെന്ന് ദീപ ആരോപിച്ചു. അധികാരം പിടിച്ചെടുക്കാനുള്ള ശശികലയുടെ ശ്രമങ്ങളെ ജനങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല. പാർട്ടിയെ ആര് നയിക്കണമെന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞ ദീപ ജയലളിതയുടെ രാഷ്ട്രീയ പിൻഗാമിയാകാൻ ഒരുക്കമാണെന്നും വ്യക്തമാക്കി. ജനങ്ങൾ ആവശ്യപ്പെട്ടാൽ രാഷ്ട്രീയത്തിലിറങ്ങാൻ തയ്യാറാണെന്നും ദീപ പറഞ്ഞു. DMK ദീപയുടെ നിലപാടിനെ തള്ളിക്കളഞ്ഞെങ്കിലും പാർട്ടിക്കുള്ളിലെ അസ്വാരസ്യങ്ങൾ ഇതോടെ കൂടുതൽ സങ്കീർണമായി. 27 വർഷമായി ജയലളിത അലങ്കരിച്ചിരുന്ന പാർട്ടി ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് ശശികല വരുന്നതിനെതിരെ പാർട്ടിക്കുള്ളിലെ ഒരു പ്രബല വിഭാഗം നേതാക്കളും പ്രവർത്തകരും എതിരാണ്. കഴിഞ്ഞ ദിവസം പോയസ് ഗാർഡന് മുന്നിൽ ഇതിനെതിരെ പരസ്യ പ്രതിഷേധവും നടന്നിരുന്നു. നിലവിൽ ഒരു വിഭാഗം പ്രവർത്തകരുടെ പിന്തുണ മാത്രമേ ഇവർക്കുള്ളൂവെങ്കിലും വരും ദിവസങ്ങളിൽ DMKയിലെ അസംതൃപ്തരും ശശികലയുടെ വരവിനെ എതിർക്കുന്നവരും ദീപയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുമോ എന്നാണ് രാഷ്ട്രീയ ലോകം വരും ദിവസങ്ങളിൽ ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്. KSRTCക്ക് ഇനി വായ്പ നൽകാനാവില്ലെന്ന് ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്. KSRTCയെ രക്ഷിക്കാൻ കർമ്മ പദ്ധതി തയ്യാറാക്കണമെന്നും ധനമന്ത്രി ഐസക് ദില്ലിയിൽ പറഞ്ഞു. KSRTC അതീവ ഗുരുതരമായ ഒരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ പ്രതിസന്ധി നേരിടുന്നതിന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ മാസവും നഷ്ടം വരുന്നത് കടം മേടിക്കുക എന്നുള്ളത്. അങ്ങനെ കഴിഞ്ഞ UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 1400 രൂപയായിരുന്ന കടം ഇന്നിപ്പോൾ 4000 കോടി രൂപയ്ക്ക് അടുത്ത് വന്നിരിക്കുകയാണ്. ഇത് ഇങ്ങനെ തുടരാൻ കഴിയില്ല. കടം മേടിക്കലൊരു പ്രതിവിധിയല്ല. തൽക്കാലം ഇപ്പോൾ നിവൃത്തിയുള്ളൂ. പക്ഷേ എത്രയും പെട്ടെന്ന് KSRTC ലാഭവും നഷ്ടവും ഇല്ലാതെ പ്രവർത്തിക്കുന്നതിന് ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കിയേ തീരും, ഒരു പാക്കേജ് തയ്യാറാക്കിയേ തീരും. അപ്പം അതിനുള്ള പ്രവർത്തനങ്ങൾ മാനേജ്മെന്റ് മുൻകൈ എടുക്കേണ്ടതുണ്ട്. KSRTCയെ സർക്കാർ കൈയൊഴിയില്ലെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. ധനമന്ത്രിയുടെ നിലപാട് നിഷേധാത്മകമല്ലെന്നും മന്ത്രി കോഴിക്കോട് പറഞ്ഞു. ശമ്പളം കൊടുക്കാനുള്ള തുക എപ്രകാരത്തിൽ കണ്ടെത്തണം, ഇപ്പോഴത്തെ കളക്ഷൻ വെച്ചുകൊണ്ട് നമുക്കിത് മുമ്പോട്ട് പോകാൻ കഴിയുമോ, അങ്ങനെ വരാത്ത സാഹചര്യത്തിൽ കളക്ഷൻ വർദ്ധിപ്പിക്കാൻ എന്ത് ചെയ്യണം തുടങ്ങിയ ഒരു കർമ്മ പദ്ധതി ആവശ്യമാണ്. അതിനെക്കുറിച്ച് ഒരു നിഷേധാത്മക നിലപാടിൽ ആരും തന്നെ അതിനെ കാണേണ്ടതില്ല. കാരണം ഞാൻ രാവിലെയും കൂടെ ഈ കാര്യം അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് KSRTCയെ സർക്കാർ കൈയൊഴിയും എന്ന ഒരു തെറ്റായ സന്ദേശം ഒരു കാരണവശാലും കൊടുക്കേണ്ടതില്ല. GST കൗൺസിലിന്റെ 6ാമത്തെ യോഗം ഇന്ന് ദില്ലിയിൽ ചേരും. സേവന നികുതി പിരിക്കുന്ന കാര്യത്തിൽ തർക്കം ഉന്നയിക്കുന്ന സംസ്ഥാനങ്ങളെ അനുനയിപ്പിക്കുകയാണ് കേന്ദ്രത്തിന്റെ ലക്ഷ്യമെന്നാൽ 1.5 കോടിയിൽ താഴെ വരുമാനമുള്ളവരുടെ നികുതി പിരിക്കൽ അധികാരം സംസ്ഥാനങ്ങൾക്ക് നൽകണമെന്ന നിലപാടിൽ കേരളം ഉറച്ചു നിൽക്കുമെന്ന് തോമസ് ഐസക് പറഞ്ഞു. ധാരണയിൽ എത്തിയില്ലെങ്കിൽ GST ഏപ്രിൽ 1 പ്രാബല്യത്തിൽ വരുത്താനാകില്ല.
1.5 കോടിയിൽ താഴെ വരുമാനമുള്ളവരുടെ നികുതി പിരിക്കുന്ന കാര്യത്തിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ധാരണയിലെത്താത്ത സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് GST ചർച്ച നടക്കുന്നത്. ഡിസംബർ 16 അവസാനിക്കുന്ന പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിൽ മാതൃകാ GST ബിൽ പാസാക്കുകയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം. എന്നാൽ 1.5 കോടിക്ക് താഴെയുള്ള വിനിമയങ്ങൾക്ക് സേവന നികുതി പിരിക്കാനുള്ള അവകാശം സംസ്ഥാനങ്ങൾക്ക് വേണമെന്നാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടത്. സംസ്ഥാനങ്ങളുടെ ആവശ്യം കേന്ദ്രം ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. നികുതി അധികാരത്തിൽ തീരുമാനമെടുക്കാതെ ബില്ലുകൾക്ക് കൗൺസിലിന്റെ അംഗീകാരം നൽകില്ലെന്ന് കേരളം, ബംഗാൾ, ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങൾ കഴിഞ്ഞ GST ചർച്ചകളിൽ ഉറച്ച നിലപാടെടുത്തിരുന്നു. ഈ നിലപാട് കേരളം ഈ യോഗത്തിലും ആവർത്തിക്കുമെന്ന് ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞു. ഇന്നത്തെ GST യോഗത്തിലെ ധാരണ ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഒരു സമവായത്തിനുള്ള അന്തരീക്ഷം കേന്ദ്ര സർക്കാർ തകർത്തിരിക്കുകയാണ്. GST കൗൺസിലിൽ എടുത്തുവന്ന നിലപാടുകളൊന്നും ഒരു വിട്ടുവീഴ്ചയ്ക്കും കേരളം തയ്യാറാവില്ല. അത്തരമൊരു നിലപാട് മറ്റ് സംസ്ഥാനങ്ങളും സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. തർക്ക വിഷയങ്ങളിൽ തീരുമാനമായില്ലെങ്കിൽ അടുത്ത വർഷം ഏപ്രിൽ 1 മുതൽ GST നടപ്പാക്കാനാകില്ല. അങ്ങനെ വന്നാൽ സെപ്റ്റംബർ 1 മുതൽ GST നടപ്പാക്കാമെന്നാണ് കേന്ദ്രത്തിന്റെ ആലോചന. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. സഹകരണ മേഖലാ സംരക്ഷണ പ്രചാരണം ഇന്ന് കൊച്ചിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സഹകരണ മേഖലയ്ക്കെതിരെയുള്ള വ്യാജ പ്രചാരണങ്ങൾ ജനമധ്യത്തിൽ തുറന്നു കാണിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സഹകരണ സംരക്ഷണ സമിതി ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. 2 മണിക്ക് എറണാകുളം ടൗൺ ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ സഹകരണ വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അധ്യക്ഷത വഹിക്കും. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മുഖ്യപ്രഭാഷണം നടത്തും. എംപിമാരും MLA-മാരും അടക്കമുള്ള ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ സംസ്ഥാന നേതാക്കളും പങ്കെടുക്കും. മതങ്ങൾക്ക് മുകളിലാണ് മനുഷ്യസ്നേഹമെന്ന മഹത്തായ സന്ദേശമാണ് സന്നിധാനത്തെ വാവരുനട ഏവർക്കും നൽകുന്നത്. 18-ാം പടിക്ക് സമീപത്തെ വാവരുനടയിൽ അയ്യപ്പനോളം തന്നെ പ്രാധാന്യം നൽകിയാണ് അയ്യപ്പ ഭക്തർ ദർശനത്തിനായി എത്തുന്നത്. മനുഷ്യരെല്ലാം ഒന്നാണെന്നും മതത്തിന്റെ പേരിലോ ജാതിയുടെ പേരിലോ യാതൊരു വേർതിരിവും പാടില്ലെന്ന സന്ദേശവുമാണ് സന്നിധാനത്തെ വാവരുനട നൽകുന്നത്. സന്നിധാനത്ത് 18-ാം പടിക്ക് സമീപമാണ് വാവരുനടയുടെ സ്ഥാനം. ഒരു വേള ശത്രുവായിരുന്ന വാവരെ അയ്യപ്പൻ യുദ്ധത്തിലൂടെ തോൽപ്പിച്ചെന്നും നല്ല പോരാളിയായിരുന്ന വാവരെ അയ്യപ്പൻ സുഹൃത്താക്കിയെന്നുമാണ് ഐതിഹ്യം. ശബരിമലയിൽ തന്റെ സമീപത്ത് ഇരിപ്പിടവും നൽകിയാണ് അയ്യപ്പൻ വാവരെ ആദരിച്ചതും. നിലവിലെ സാഹചര്യത്തിൽ അയ്യപ്പനും വാവരും തമ്മിലുള്ള ബന്ധത്തിന് വലിയ പ്രാധാന്യമാണുള്ളത്. ഇന്ന് ലോകത്തിൽ നടക്കുന്ന എല്ലാ ദോഷവശങ്ങൾക്കും വേണ്ട ഒരു പരിഹാരമാർഗമായിട്ടുള്ള ജാതിയോ മതമോ ഭേദവും ഇല്ലാത്ത രീതിയിൽ മനുഷ്യ സമൂഹം ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും തീവ്രമായിട്ടുള്ള ചിന്താഗതികളോ തീവ്രമായിട്ടുള്ള ചിന്താമാറ്റുള്ള ഭാഗങ്ങളോ നാം ചിന്തിക്കാതെ നാം ഒന്നാണെന്ന് മനസ്സിലാക്കുക. അയ്യപ്പ ദർശനത്തിനെത്തുന്നവർ വാവരുസ്വാമിയെയും വണങ്ങിയാണ് സാധാരണ മലയിറങ്ങാറുള്ളൂ. പൂജിച്ച അരിയും കുരുമുളകും ഭസ്മവുമാണ് ഇവിടുത്തെ പ്രധാന പ്രസാദം. അയ്യപ്പനും വാവരും വർഷങ്ങൾക്ക് മുമ്പേ നൽകിയ സന്ദേശമാണ് മതങ്ങൾക്കപ്പുറത്ത് മനുഷ്യ സൗഹൃദം വളരണം എന്നുള്ളത്. ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും ചർച്ചയാവേണ്ടതും അതുതന്നെയാണ്. സന്നിധാനത്തെ വാവരുനടയിൽ നിന്നും ക്യാമറമാൻ വിനേഷ് നേതാജിക്കൊപ്പം ബിജേഷ് നടുവിൽ.